ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൊഞ്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നല്ല ഫ്രഷ് കൊഞ്ച് കിട്ടിയപ്പോൾ അതൊരു 1 kg മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. സാധാരണ കൊഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ റോസ്റ്റ്, തോരൻ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലൊക്കെയാണ് വെക്കാറ്. ഇന്ന് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലില്ലാതെ കൊഞ്ച് മുളകിലാണ് വെക്കുന്നത്. അതിനായി ഒരു 5-6 ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3-4 വറ്റൽമുളക്, ഒരു 4 പച്ചമുളക്, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം തന്നെ നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്, അരിഞ്ഞല്ല. ഇതെല്ലാം ചതച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ ചേർത്ത് 1 മിനിറ്റ് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഉപ്പിട്ട വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഉപ്പിട്ട വെള്ളം മസാലയിലേക്ക് ഒഴിച്ച് ഒരു 10-20 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് 1-2 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ചിട്ടതിന് ശേഷം ഒരു 7-8 മിനിറ്റ് നന്നായി ചട്ടി അടച്ചു വെച്ച് വേവിക്കാം. 7-8 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറി നന്നായി കുറുകി വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്ത് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം.